ബൊഗെയിൻവില്ലയുടെ സീസണാണല്ലോ ഇപ്പോൾ. പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടോ. ഇപ്പോൾ ദേ ഇതൊക്കെ പൂക്കളുണ്ടായി തുടങ്ങി. ഇപ്പോൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയാൽ അതിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ ഉണങ്ങി ചെടിയിൽ നിന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത പുതിയ പൂക്കളുണ്ടായി തുടങ്ങും. അപ്പോൾ അതിനായിട്ട് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണം. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ പൂവിടും എപ്പോഴും. എങ്കിലും ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് നവംബർ തൊട്ട് മെയ് ആണ് കേട്ടോ. ഈ ബൊഗെയിൻവില്ല ഉണ്ടാകുന്നത് നവംബർ തൊട്ട് മെയ് ആണ്. ഇപ്പോൾ ഇത് 3 മാസമായിട്ട് പൂക്കളുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ അത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൽ പുതിയ പൂവ് ഉണ്ടാവും. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വളം കൊടുക്കണം. അത് നമുക്ക് 2 തരം വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുമതേ കുറേ പൂക്കളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇതുപോലെ ഉണങ്ങിയിട്ടുമുണ്ട്. അതിപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വളപ്രയോഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതിൻ്റെ തണ്ടുകൾ കുറച്ച് നീക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം വളം കൊടുക്കാനായിട്ട്. കൂടുതലും പൂക്കൾ ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ അതൊരു ഭംഗിയും ഉണ്ടാവില്ല. പിന്നെ പുതിയ പൂക്കൾ വരാനായിട്ട് കുറേ നാളും പിടിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എല്ലുപൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ചട്ടിയിൽ ഒക്കെ ഒന്ന് കുത്തി ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ എല്ലുപൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലുപൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതുപോലെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂവിടും. കണ്ടോ ഇതുപോലെ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് DAP പോലെയുള്ള വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്താലും നന്നായിട്ട് പൂവുണ്ടാവും ചെയ്യും. അതുപോലെ നന്നായി നനയ്ക്കണം. ഇപ്പോൾ ഈ ചൂടുകാലം ആയതുകൊണ്ട് 2 നേരം നന കിട്ടിയാൽ നല്ലതാണ് താനും. അപ്പോൾ നന്നായി നനയ്ക്കണം. ഇവിടെ ഈ കമ്പ് കണ്ടോ, ഇതിപ്പോൾ ഒന്ന് പതുക്കെ ഒടിഞ്ഞ് നിൽക്കുന്ന കമ്പാണ്. അത് ഒടിച്ച് കളയണ്ട കേട്ടോ. അത് അവിടെ വേര് വരും. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് വേറെ വയ്ക്കാവുന്നതാണ്.